ഹായ് വ്യൂസ്, എല്ലാവർക്കും എയ്സൽ കിച്ചൻ PSC കൊണ്ടുവരുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വായനാ ദിന ക്വിസിന്റെ ഒന്നാം ഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1996 മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. PN പണിക്കർ മരണപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1995 ജൂൺ 19. 1995 ജൂൺ 19 PN പണിക്കർ മരണപ്പെട്ടത്. PN പണിക്കർ കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ഗ്രന്ഥശാല പ്രസ്ഥാനം. ഗ്രന്ഥശാല പ്രസ്ഥാനമായിരുന്നു PN പണിക്കർ കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. PN പണിക്കർ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പുതുവയിൽ നാരായണ പണിക്കർ. പുതുവയിൽ നാരായണ പണിക്കർ എന്നതാണ് PN പണിക്കർ എന്നതിന്റെ പൂർണ്ണ രൂപം. PN പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്തായിരുന്നു? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷം മുതലായിരുന്നു? 2017 മുതലാണ് കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത്. 1926 PN പണിക്കർ തന്റെ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാല ഏതായിരുന്നു? സനാതന ധർമ്മം. സനാതന ധർമ്മം എന്നതായിരുന്നു 1926 PN പണിക്കർ തന്റെ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേര്. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിന്റെ ചരമദിനമാണ്. ഭാഷ രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ രൂപം കൊണ്ടത്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമായിരുന്നു? 2013. 2013 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എന്നിവരെയാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? കുമാരനാശാൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവരാണ് മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്ന ഇന്ദുലേഖ ആരാണ് രചിച്ചത്? O ചന്തുമേനോൻ. O ചന്തുമേനോനാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. ചിത്രം ശ്രദ്ധിക്കുക. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയുടെ ചിത്രമാണിത്. ആരാണ് മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലത രചിച്ചത്? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടിയാണ് കുന്തലത രചിച്ചത്. പുസ്തകത്തിന്റെ കവർ പേജും അദ്ദേഹത്തിന്റെ ചിത്രവും. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത രചിക്കപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1887 കുന്തലത രചിക്കപ്പെട്ടത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസന വികൃതി. വാസന വികൃതി ആണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസന വികൃതിയുടെ രചയിതാവ് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസന വികൃതി രചിച്ചത്. ഏതു വർഷമായിരുന്നു വാസന വികൃതി രചിക്കപ്പെട്ടത്? ഏത് വർഷമായിരുന്നു
വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ വാസനാവികൃതി രചിച്ചത്? 1891. ആദ്യമായി മലയാള ലിപി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തുസ് മലബാറിക്കസ്. ഹോർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? ജനറൽ വാൻറീഡ് ആയിരുന്നു ഹോർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പശ്ചിമഘട്ടങ്ങളിലുള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ഗ്രന്ഥമായിരുന്നു ഹോർത്തുസ് മലബാറിക്കസ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ആരാണ്? ഫാദർ ക്ലമന്റ് പിയാനോസ്. ഫാദർ ക്ലമന്റ് പിയാനോസ് ആണ് സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. സംക്ഷേപ വേദാർത്ഥം രചിക്കപ്പെട്ട വർഷമേത്? 1772 സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. റോമിലെ ഒരു മുദ്രണാലയത്തിൽ വെച്ചാണ് സംക്ഷേപ വേദാർത്ഥം പ്രിന്റ് ചെയ്യപ്പെട്ടത്. സംക്ഷേപ വേദാർത്ഥത്തിൻ്റെ ചിത്രമാണ്, പുറംചട്ടയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഹോർത്തുസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തത് ആരായിരുന്നു? KS മണിലാൽ. KS മണിലാൽ. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസറായിരുന്നു. KS മണിലാൽ ഹോർത്തുസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എന്നായിരുന്നു? 2008. 2008 അദ്ദേഹം ഹോർത്തുസ് മലബാറിക്കസ് തർജ്ജമ ചെയ്തത്. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. ഉള്ളൂർ S. പരമേശ്വരയ്യരാണ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഈ നോവൽ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? വിലാസിനി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ പ്രസിദ്ധീകരിച്ചത് എന്ന്? 1980. അവകാശികൾ എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്നാണ്? ഏതു വർഷമാണ്? 1981. 1981 അവകാശികൾ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതി തുടങ്ങിയത് എന്നായിരുന്നു? 1970 ജനുവരി 1 മലയാള അവകാശികൾ MK മേനോൻ എഴുതി തുടങ്ങിയത്. അവകാശികൾ എന്ന നോവൽ എഴുതി തീർക്കാൻ MK മേനോൻ എത്ര വർഷമെടുത്തു? 5 വർഷമെടുത്തു. ഇത്രയുമാണ് ഒന്നാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.